ഹേ ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഴി നിറച്ചതാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ഞാനിന്ന് എടുത്തേക്കുന്നത് 1 കിലോയുടെ ഒരു ഫുൾ കോഴിയാണ്. അതിൽ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാ നീര്, വെളിച്ചെണ്ണ, ഉപ്പ്, നമ്മുടെ ഗരം മസാല, മല്ലിയില, പുതിനയില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി. ഇത് കറക്റ്റ് മെഷർമെൻറ്റ്സ് ഞാൻ ചിക്കനിൽ മസാല പുരട്ടുമ്പോഴും മസാല ചെയ്യുമ്പോഴും പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പുരട്ടണം. അത് കാണിച്ചു തരാം. ഇനി ഈ മസാലയിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മസാല ഇപ്പോൾ നന്നായിട്ട് കട്ടിയാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ പാകത്തിന് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കണം. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്, മതിയാവും. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോളണം. ഞാൻ ഈ ചിക്കൻ ഈ പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാല ഫുള്ളും ഈ ചിക്കനിലോട്ട് ഫുള്ളും നല്ല ഇടയ്ക്കൊക്കെ നന്നായിട്ട് മസാല പുരട്ടണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ടും നന്നായിട്ട് മസാല പുരട്ടണം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഞാൻ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി അകത്തോട്ടൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, കാരണം ഇതിനകത്തൊരു ഫില്ലിങ്സ് വരുന്നുണ്ട്, ഒരു എഗ്ഗിൻ്റെ ഒരു മസാല വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുരുമുളക് ഇട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ മസാലയിൽ കുരുമുളക് ഇടാത്തത്. അപ്പോൾ നമുക്ക് മസാല ഇതിനകത്തുണ്ടാക്കേണ്ട ഒരു മസാല ഉണ്ടാക്കിയിട്ട് വരാം. നമ്മളിത് മസാല പുരട്ടി മിനിമം 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. മിനിമം കുറഞ്ഞത് 2 മണിക്കൂർ വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മൾ ഒരു 2 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ഇതിനകത്തിട്ട് കൊടുക്കാം. ഇതൊന്നും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. സവാളയും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ തക്കാളിയും. ഓൾറെഡി നമുക്കിനി പുറത്ത് ഇതിനകത്തൊരു മസാല വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇടാത്തത്. ഇതിനൊന്ന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് വാടാനായിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ ഫുൾ ഫ്ലെയിമിന് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് മസാല ഈ സവാള ഒന്ന് വാടി വരും. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാകുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് ഒരു തക്കാളിയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ കുരുമുളക് പൊടി, അതിപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുകയാണ്. നമുക്ക് കൂട്ടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാലപ്പൊടി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറിക്കോട്ടെ.
ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ടിനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നിറയ്ക്കാനായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് 2 എഗ്ഗ് കൂടെ വരുന്നുണ്ട്. അത് ഞാൻ നമ്മുടെ കോഴിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. കൂടി 2 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ചിക്കനകത്ത് ഫില്ല് ചെയ്യാം. കണ്ടോ, ഇതിനകത്ത് ആദ്യം നമ്മൾ കുറച്ച് മസാല ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു മുട്ട, വീണ്ടും മസാല, വീണ്ടും നമ്മുടെ ഒരു മുട്ട. നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അതിനുശേഷം ഈ സൂചി നൂലും കൊണ്ട് ഈ സൈഡിൽ നിന്ന് ഇതിങ്ങനെ ഒരുമിച്ച് പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. കാരണം ഈ മസാല പുറത്തോട്ട് പോവാതിരിക്കാനാണ്. നമ്മൾ ഉള്ളിലേക്ക് വെച്ച മസാല പുറത്തോട്ട് പോകരുത്. ഇത് കുക്കായി കഴിയുമ്പോൾ നമുക്ക് നൂലിങ്ങനെ ചുരുങ്ങി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിരുന്നതൊക്കെ ഞാൻ തച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ 2 കാലും കൂടെ പിടിച്ച് കെട്ടിവെക്കണം. ഇങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് കെട്ടണം. ടൈറ്റായിട്ട് കെട്ടണം. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച്, ഇരുമ്പിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ നമ്മൾ ഓവർ ഫ്രൈ ആവുന്നത് ഷാലോ ഫ്രൈ. ആ ഷാലോ ഫ്രൈ ആകാനായിട്ട് കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ ഓയിൽ ഒന്ന് ചൂടാകുമ്പോൾ ഈ ഓയിലിൽ നമുക്ക് ഈ ചിക്കൻ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്രൈ ചെയ്തെടുക്കരുത്, ഒരു ഷാലോ ഫ്രൈ ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഈ ഓയിലിൽ കിടന്ന് ഒരു സൈഡ് ഒന്ന് മുരിയട്ടെ. നമ്മുടെ കോഴി ഒരു സൈഡ് ആയിട്ടുണ്ട്, ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഒരു സൈഡിൽ ഒന്ന് ഫ്രൈ ആക്കാം. ഇതൊക്കെ നമ്മുടെ കോഴി ഫുള്ളൊന്ന് കുക്കായിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നല്ല സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. ഈ ബാക്കി വന്ന ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ്. ഇതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ വരും. ഇതിലോട്ട് ഒരു 3 സവാള അരിഞ്ഞത്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്.
സവാളയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലോട്ട് നമ്മൾ തക്കാളി, ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ്, ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്, തീ ഒന്നും കുറയ്ക്കണ്ട. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇടാനുള്ളത് മഞ്ഞൾപ്പൊടിയും ഉപ്പും. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പ് പിന്നെ നമ്മുടെ മസാലയ്ക്കനുസരിച്ച് ഉപ്പിടണം, കാരണം അതിനകത്തൊക്കെ ഉപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മാത്രം കുറച്ച് ഇട്ടാൽ മതി, നമ്മൾ പാകത്തിന് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഈ നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാല കൂട്ടി ചെയ്യാൻ, കുറയ്ക്കാൻ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു മെത്തേഡിലാണ് പോകുന്നത്. വീണ്ടും അടച്ചൊരു 5 മിനിറ്റ് കൂടെ ഇട്ടേക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില. നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്, സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, അത്രയും മതിയാവും, കാരണം നമ്മൾ അതിലെല്ലാത്തിനും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു മസാലയുടെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറണം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം. ഈ മസാല ഒന്ന് തിളപ്പിക്കണം. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ചിക്കൻ എടുത്ത് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യും. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കണം. അതൊക്കെ സൂക്ഷിച്ചിട്ട് കൊടുക്കണം. കാരണം നമ്മുടെ ഈ ചിക്കൻ അകത്തൊന്നും വെന്തിട്ടില്ല. അപ്പോൾ അകത്തൊക്കെ ഒന്ന്, കാരണം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മസാലയൊക്കെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒഴിച്ച് ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. നമ്മുടെ ചിക്കൻ പൊട്ടിപ്പോകാൻ പാടില്ല. അടച്ചു വയ്ക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അടച്ചു വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇത് നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഇത് വിളമ്പുന്ന പ്ലേറ്റിലോട്ട് മാറ്റാം. ഫ്ലെയിമിങ് ഓഫ് ചെയ്യണം. പതുക്കെ മെല്ലെ എടുക്കണം, അല്ലെങ്കിൽ ചിക്കൻ പൊടിഞ്ഞു പോവും. ബാക്കിയുള്ള മസാല ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കോഴി നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയൊരു ഡെക്കറേഷൻ കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോഴി നിറച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.